ഇന്നത്തെ നമ്മുടെ റെസിപ്പി വ്യത്യസ്ത രീതിയിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായി 2 ഗ്ലാസ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ 2ാം പാലിൽ ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളപ്പത്തിൻ്റെ മാവിനേക്കാളും ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും ഈസ്റ്റും ചേർത്ത് ഏകദേശം 2-3 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇതേ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇവയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നാൽ ഇത് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ ചിക്കനും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടീൻ ഇറക്കി വെക്കണം. അടിയിൽ വെച്ച പാത്രത്തിലെ വെള്ളം നന്നായി തിളച്ച് ആവി വന്നതിന് ശേഷം നമുക്ക് ബാറ്റർ ഒരേ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കേക്ക് ടീനിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു കൊടുത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തുമ്പോൾ ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോ നോക്കാം. സ്റ്റിക്കുമ്മിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതിൻ്റെ അടിഭാഗം ഒന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പലഹാരമാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് എന്നെ അറിയിക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.